ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനിത നായർ എഴുതിയിരിക്കുന്ന മിസ്ട്രസ് എന്ന് പറയുന്ന നോവലിനെ കുറിച്ചാണ്. അനിത നായർ ഈസ് ആൻ ഇന്ത്യൻ നോവലിസ്റ്റ് ഹു ഈസ് ഫേമസ് ഫോർ ഹെർ വർക്ക്സ് ലൈക്ക് എ ബെറ്റർ മാൻ, മിസ്ട്രസ് ആൻഡ് ലെസൺ ഇൻ ഫോർഗെറ്റിംഗ്. She won the Kerala Sahitya Akademi Award for her contribution to literature and culture in 2012. The novel Mistress deals with an art and literature, and it addresses the relationships which are part of their life. ദ മിസ്ട്രസ് എന്ന് പറയുന്ന നോവല് മെയിൻലി സെൻറ്റർ ചെയ്യുന്നത് ഒരു ക്യാരക്ടറായിട്ടുള്ള രാധ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. രാധ ഈസ് എ വുമൺ ഹു ട്രാപ്ഡ് ഇൻ എ ലവ്ലെസ് മാരേജ് ടു ശ്യാം. അവളൊരു ലവ്ലെസ് ആയിട്ടുള്ള മാരേജിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഒരു വുമണാണ്. ശ്യാം ആണ് അവളുടെ ഹസ്ബൻഡ്. ശ്യാം എന്ന് പറയുന്ന ഒരു വെൽത്തി ഹോട്ടലിയർ ആണ് എവിടെ, കേരളത്തിലെ. Radha feels unfulfilled and unsatisfied in her role as a wife and hostess. അവളുടെ വൈഫായിട്ടും ഹോസ്റ്റസായിട്ടും അവളൊരു തീരെ സാറ്റിസ്ഫൈഡ് അല്ല അവളുടെ ആ ഒരു ലൈഫിൽ. ബട്ട് ക്രിസ്റ്റഫർ സ്റ്റുവാർട്ട് എന്ന് പറഞ്ഞ ഒരാൾ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അയാൾ വരുന്നതോടുകൂടി അവളുടെ ലൈഫ് ചേഞ്ച് ആവുകയാണ്. അവൾക്ക് അവനോട് ഇഷ്ടം തോന്നുന്നു, അവൾക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നു, പിന്നെ അവർ തമ്മിൽ റിലേഷൻ ആവുന്നു. അപ്പോൾ ഇവൾക്ക് എന്താണ്, കൂടുതലൊരു ഫ്രീഡം ഒക്കെ ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അതായത് ഒരു ഇഷ്ടം വരുന്നുണ്ട്. മറ്റേതൊരു ലവ്ലെസ് മാരേജ് ആയിരുന്നു, ഇതിലൊരു ലവ് ഫീൽ ചെയ്യുന്നുണ്ട് അവൾക്ക്. ഇനി മിസ്ട്രസ് എന്ന് പറയുന്ന നോവലിൻ്റെ സമ്മറിയിലേക്ക് കിടക്കാം. സ്റ്റോറിൻ്റെ തുടക്കത്തിൽ ക്രിസ്റ്റഫർ സ്റ്റുവാർട്ട് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ റൈറ്റർ ഷൊർണൂറിലെ നിയർ ദ നില എന്ന് പറയുന്ന റിസോർട്ടിലേക്ക് വരികയാണ്. അയാളുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, അതായത് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ, കഥകളി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കോമനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ റിസോർട്ട് നോക്കി നടത്തുന്നത് കോമൻ്റെ നീസായിട്ടുള്ള രാധയും അവളുടെ ഹസ്ബൻഡായിട്ടുള്ള ശ്യാമും കൂടെയാണ്. അപ്പോൾ ഈ ക്രിസ്റ്റഫർ വന്ന സമയത്ത് രാധയും ശ്യാമും ചെറിയ പ്രൈസിൽ അക്കോമഡേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇയാൾ വന്നിട്ട് ഇങ്ങനെ ചെറിയ പ്രൈസിൽ റിസോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ റിസോർട്ടിന് ഒരു കൂടുതൽ പബ്ലിസിറ്റി കിട്ടും. കാരണം ഇയാളൊരു അബ്രോഡാണല്ലോ, ഫോറിനർ ആണല്ലോ. രാധ എന്ന് പറയുന്നത് പിന്നെ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മരിറ്റൽ ലൈഫ് കൊണ്ടുപോകുന്ന ഒരാളാണ്. പെട്ടെന്ന് ഈ ഫോറിനർ വന്ന സമയത്ത് ഇവൾ എന്ത് ചെയ്തു, അയാളുമായിട്ട് അട്രാക്റ്റഡ് ആയി. അതൊരു ഹാൻസം ഫോറിനർ ആയതുകൊണ്ട് അവൾ അവനുമായിട്ട് അട്രാക്റ്റഡ് ആയി. കല്യാണത്തിന് മുമ്പ് തന്നെ ഇവൾക്ക് വേറൊരു ഓൾഡ് മാനുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷൻ ആയ സമയത്ത് ഇവൾ പ്രഗ്നൻ്റ് ആയി. അങ്ങനെ അത് അബോർഷൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആ ഒരു നാണക്കേട് കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവളുടെ വീട്ടുകാർ പെട്ടെന്ന് തന്നെ ശ്യാമിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അതായത് ഈ നാണക്കേട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ശ്യാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു പാവപ്പെട്ട വീട്ടിലെ ആളായിരുന്നു. എങ്ങനെയാണ്, രാധേൻ്റെ അച്ഛൻ്റെ ദയോടു കൂടിയാണ് ഇവർ കഴിഞ്ഞിരുന്നത്. ഭയങ്കര സങ്കടമായിട്ടുള്ള മിസറബിൾ ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡായിരുന്നു ശ്യാമിനുണ്ടായിരുന്നത്. അപ്പം ശ്യാം ഭയങ്കര ഒരു ഹാർഡ് വർക്കറായിരുന്നു. അയാളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ദുബായിലേക്ക് പോയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് രാധേൻ്റെ ഫാദർ ഒരു മാരേജ് പ്രപ്പോസലുമായിട്ട് വരുന്നത്. അങ്ങനെ ശ്യാം രാധേനെ മാരി ചെയ്യുകയാണ്. അവളുടെ പാസ്റ്റ് അറിഞ്ഞിട്ട് തന്നെയാണ് അവളെ കല്യാണം കഴിക്കുന്നത്. പക്ഷെ അവൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു ദിവസം എന്താണ്, അവൾ അവനെ തിരിച്ചു ഇഷ്ടപ്പെടും, അവൻ്റെ ഇഷ്ടം അവൾ മനസ്സിലാക്കും എന്നവൻ വിചാരിച്ചിട്ടാണ് ഇവളെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ രാധയും ക്രിസ്റ്റഫറും തമ്മിലൊരു അഫെയർ ഉണ്ടാവുകയാണ്. കഥകളി ആർട്ടിസ്റ്റായിട്ടുള്ള കോമൻ ഇവളുടെ ആരാണ്, അമ്മാവനാണ് രാധയുടെ. അവൻ ഇത് ക്രിസിൻ്റെയും രാധയുടെയും അഫെയർ അറിയും. പക്ഷേ അത് അവർ വാൺ ചെയ്യുന്നില്ല. ആ വാൺ ചെയ്യാന്നുള്ളതിൽ നിന്നും അവനെ സ്വന്തം നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങനെ കോമൻ എന്ത് ചെയ്തു, കോമൻ്റെ പഴയ സ്റ്റോറിയൊക്കെ ക്രിസിന് പറഞ്ഞു കൊടുക്കും. അവൻ്റെ അച്ഛനായിട്ടുള്ള സേതുവിനെ കുറിച്ചും അമ്മയായിട്ടുള്ള സാദിയനെ കുറിച്ചും ഒക്കെയുള്ള എല്ലാ കഥകളും ക്രിസിന് പറഞ്ഞു കൊടുക്കും. കോമൻ്റെ ഫാദറായിട്ടുള്ള സേതു അവനെയൊക്കെ ഒഴിവാക്കിയിട്ട് ശ്രീലങ്കയിലേക്ക് ഓടിപ്പോകുന്നൊരു ട്രാജഡിയാണ് ഇവനുണ്ടാകുന്നത്. ഒരു ട്രാജിക് ഇവൻ്റാണ് ഇവനുണ്ടായിട്ടുള്ളത്. സേതു എന്താ ചെയ്തത്, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഒരാളെ കത്തിയും കൊണ്ട് കുത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ് ചെയ്തിരിക്കുന്നത്. സേതു ഒരു തമിഴ് ഡോക്ടറായിട്ടുള്ള സാമുവൽ, ക്രിസ്ത്യൻ ഡോക്ടറായിട്ടുള്ള സാമുവലിൻ്റെ ഒരു വർക്കറായിട്ട് അണ്ടർ വർക്കറായിട്ട് ജോലി ചെയ്യാണ്. അങ്ങനെ ഒരു ദിവസം ഇവനിങ്ങനെ ട്രിപ്പ് പോകുന്ന സമയത്താണ് അറബി പട്ടണത്തിൽ വെച്ചിട്ട് മുസ്ലിം ഗേളായിട്ടുള്ള ഒരു സാദിയ എന്ന് പറഞ്ഞൊരു ഗേളിനെ കാണുന്നത്. അങ്ങനെ അവർ തമ്മിലൊരു അഫെയർ ഉണ്ടാവുകയാണ്. സോ അവളെ അവളുടെ ഹോം ടൗണിൽ നിന്നും ബാൻ ചെയ്തു. അങ്ങനെ അവൾ സേതുവായിട്ടൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും കോമൻ ഉണ്ടായ സമയത്ത് സാദിയ എന്താ ചെയ്യുന്നത്, സാദിയയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്. അവൾക്ക് കോമനെ മുസ്ലിമായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്.
അപ്പം സേതു അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ രണ്ടിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ സാദിയ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം സേതു എന്ത് ചെയ്തു, കോമനെ ഡോക്ടർ സാമുവലിൻ്റെ അടുത്താക്കിയിട്ട് കേരളത്തിലേക്ക് പോയി. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കോമൻ അവൻ്റെ റിച്ച് ആയിട്ടുള്ള ഫാദറിനെ കാണുകയാണ്. അപ്പം അവൻ പുതിയൊരു ഫാമിലിയുമായിട്ടുണ്ട് കേട്ടോ സേതുവിന്. അപ്പം സേതുവിൻ്റെ ഫാമിലി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു പ്രശ്നമില്ലാതെ കോമനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ആ ടൈമിലാണ് കോമന് കഥകളി എന്നുള്ള പാഷൻ വരുന്നത്. രാധയും ക്രിസും തമ്മിലുള്ള അഫെയർ ശ്യാമിനെ ഭയങ്കരമായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് അത് ഹേർട്ട് ചെയ്യുന്നുണ്ട് ശ്യാമിനെ. അപ്പോൾ ശ്യാമിന് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കെ രാധ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ക്രിസും ഇവനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു ലവോ അങ്ങനെ ഒരു ഹോണസ്റ്റോ ഉള്ള ഒരു വിശ്വാസമോ ഉള്ള ഒരു അഫെയർ അല്ല, ഒരു റിലേഷൻ അല്ല. ശരിക്കും ഒരു ലസ്റ്റ് മാത്രമാണ് അവരുടെ ഒരു റിലേഷനിലുള്ളത്. അങ്ങനെ അവൾ ക്രിസുമായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ചെയ്തു. അതുപോലെ തന്നെ രാധ പ്രഗ്നൻ്റ് ആണ്. ക്രിസുമായിട്ടുള്ള റിലേഷനിൽ അവൾ പ്രഗ്നൻ്റ് ആണ്. അവൾ അത് ക്രിസിനോട് റിവീൽ ചെയ്യുകയും ചെയ്തില്ല. അതുപോലെ തന്നെ അവൾ ക്രിസിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അവൾ ലവ്ലെസ് മാരേജ് ആയിട്ടുള്ള ശ്യാമിനെ ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ അവസാനമാണ് മനസ്സിലാവുന്നത് ക്രിസ് എന്തിനാണ് സത്യത്തിൽ ഇവിടേക്ക് വന്നത്. അവൻ്റെ അമ്മയായിട്ടുള്ള ഏഞ്ചലുമായിട്ട് പണ്ട് കോമൺ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബയോളജിക്കലി കോമൻ ആണോ ഇവൻ്റെ ഫാദർ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ക്രിസ് ഇവിടേക്ക് വരുന്നത്. പക്ഷേ കോമൻ എന്ത് ചെയ്ത്, കോമൻ ഉറച്ചു പറയുന്നുണ്ട് ഞാനല്ല നിൻ്റെ അച്ഛൻ എന്നുള്ളത് ഉറച്ചു പറയുന്നുണ്ട്. അങ്ങനെ ക്രിസ് എന്ത് ചെയ്തു, നിരാശനായിട്ട് തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ പോവുകയാണ്. അവസാനത്തിൽ ശ്യാം വിചാരിക്കുന്നുണ്ട് എന്താ രാധേനെ ക്രിസിൻ്റെ ചൈൽഡിനെ സ്വന്തം മോനായിട്ട് തന്നെ കണക്കാക്കിയിട്ട് രാധേൻ്റെ കൂടെ തന്നെ തിരിച്ച് ജീവിക്കാം എന്നുള്ളത് വിചാരിക്കുന്നുണ്ട്. പക്ഷേ രാധ എന്താ ചെയ്യുന്നത്, രാധേൻ്റെ വയറിലുള്ള കുട്ടിയായിട്ട് പുതിയൊരു മീനിങ്, കുട്ടീനെ ഒരു പുതിയ മീനിങ് ആയിട്ട് കണ്ട് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ്. രാധ ഫൈൻസ് എ കൈൻഡ് ഓഫ് ഫ്രീഡം ബൈ സെപ്പറേറ്റിംഗ് ഫ്രം ബോത്ത് ശ്യാം ആൻഡ് ക്രിസ്. ഷീ ലിവ്സ് ഫോർ ഹെർ ഓൺ. അങ്ങനെ അവൾ രണ്ടുപേരെയും, ലവറിനെയും ഹസ്ബൻഡിനെയും ഒഴിവാക്കിയിട്ട് അവൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നതിലാണ് ഈ ഒരു നോവൽ എൻഡ് ചെയ്യുന്നത്. താങ്ക് യു.